ആഗോള ബാങ്കിംഗ് സംവിധാനം ഒരു സങ്കീർണമായ പസിൽ അവതരിപ്പിക്കുന്നു. ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന 30,000-ലധികം വൈവിധ്യമാർന്ന ബാങ്കുകളുടെ വിപുലമായ ശൃംഖല ഉൾക്കൊള്ളുന്നു, അമ്പരപ്പിക്കുന്ന ആസ്തികൾ കൂട്ടമായി സംരക്ഷിക്കുന്നു. മികച്ച 10 ബാങ്കുകൾ മാത്രം ഏകദേശം $25 ട്രില്യൺ സംഭാവന ചെയ്യുന്നു. സമകാലിക ബാങ്കിംഗ് ലാബിരിന്തായി കാണപ്പെടുമെങ്കിലും അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ലാളിത്യത്തിൽ വേരൂന്നിയതാണ്. നൂറ്റാണ്ടിലേക്ക് ഘടികാരം തിരിച്ച് ഇറ്റലി യൂറോപ്യൻ വ്യാപാരത്തിൽ മുൻനിരയിൽ നിന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ വാണിജ്യത്തിനായി ഒത്തുകൂടി. എന്നിട്ടും ഒരു ആശയക്കുഴപ്പം ഉയർന്നു: വ്യത്യസ്ത കറൻസികളുടെ വ്യാപനം. തിരക്കേറിയ നഗരമായ പിസയിൽ സ്ഥിരമായ കറൻസി കൈമാറ്റം ആവശ്യമായി വരുന്ന 7 വ്യത്യസ്ത നാണയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വെല്ലുവിളിയുമായി വ്യാപാരികൾ പോരാടി. ഈ കൈമാറ്റം പലപ്പോഴും താൽക്കാലിക ഔട്ട്ഡോർ ബെഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ബാങ്ക് എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബാങ്ക് എന്ന പദത്തിന് കാരണമായി. ഇത് ബെഞ്ച് എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ആദ്യകാല ബാങ്കിംഗ് വെല്ലുവിളികൾ യാത്രയുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ, വ്യാജ കറൻസി, വായ്പ നൽകുന്നതിന്റെ സങ്കീർണതകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഇത് ഒരു പുതിയ ബിസിനസ് മാതൃകയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്റർപ്രൈസിംഗ് ബ്രോക്കർമാർ ബിസിനസ്സുകാർക്ക് ക്രെഡിറ്റ് നൽകാൻ തുടങ്ങി. അതേസമയം ജനീവിലെ വ്യാപാരികൾ പണരഹിത പണമടയ്ക്കൽ എന്ന ആശയത്തിന് തുടക്കമിട്ടു. ക്രമേണ ബാങ്കുകളുടെ ഒരു ശൃംഖല യൂറോപ്പിലുടനീളം വ്യാപിച്ചു. സഭയ്ക്കും യൂറോപ്യൻ രാജാക്കന്മാർക്കും വായ്പാ ലൈനുകൾ പോലും നീട്ടി. സമകാലിക കാലത്ത് ബാങ്കുകൾ പ്രാഥമികമായി റിസ്ക് മാനേജ്മെന്റ് കലയിൽ ഏർപ്പെടുന്നു. ഈ പ്രക്രിയയുടെ ലളിതമായ ഒരു ചിത്രീകരണം ഇനിപ്പറയുന്ന രീതിയിൽ വികസിക്കുന്നു. വ്യക്തികൾ അവരുടെ ഫണ്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു, പ്രതിഫലമായി മിതമായ പലിശ നേടുന്നു. തുടർന്ന് ബാങ്കുകൾ ഈ ഫണ്ടുകൾക്ക് ഉയർന്ന പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. ഒരു കണക്കുകൂട്ടൽ ശ്രമമാണെങ്കിലും ചില കടം വാങ്ങുന്നവർ അവരുടെ വായ്പകളിൽ വീഴ്ച വരുത്തുന്നതിന്റെ അന്തർലീനമായ അപകടസാധ്യത വഹിക്കുന്നു. ഈ സങ്കീർണമായ ഇടപെടൽ നമ്മുടെ സാമ്പത്തിക ചട്ടക്കൂടിന്റെ അടിസ്ഥാന ശിലയായി മാറുന്നു. വീടുകൾ, വ്യവസായങ്ങളുടെ വികസനം തുടങ്ങിയ വ്യക്തിഗത ഏറ്റെടുക്കലുകൾക്കുള്ള വിഭവങ്ങൾ നൽകുന്നു. വ്യക്തികളുടെ നിഷ്ക്രിയ സമ്പാദ്യം സമൂഹത്തിന് വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിഭവങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന വഴികളായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകൾക്കുള്ള മറ്റ് വരുമാന സ്ട്രീമുകൾ: സേവിംഗ്സ്, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കൽ, ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യൽ, വിദേശ കറൻസി വിനിമയം സുഗമമാക്കൽ, കസ്റ്റോഡിയൻ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യൽ, ക്യാഷ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യൽ എന്നിവ ഉൾക്കൊള്ളുന്നു. നിലവിൽ ദീർഘകാല സാമ്പത്തിക പരിഹാരങ്ങളുടെ ദാതാക്കളെന്ന നിലയിലുള്ള തങ്ങളുടെ പരമ്പരാഗത റോളിൽ നിന്ന് പല ബാങ്കുകളും പിന്മാറി എന്ന വസ്തുതയെ ചുറ്റിപ്പറ്റിയാണ് ഒരു പ്രധാന ആശങ്ക. പകരം ഉയർന്ന അപകടസാധ്യതകളുള്ള ഹ്രസ്വകാല നേട്ടങ്ങൾക്ക് അവർ മുൻഗണന നൽകുന്നു. സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനിടയിൽ പ്രധാന ബാങ്കുകൾ സങ്കീർണമായ സാമ്പത്തിക നിർമ്മിതിയിൽ ഏർപ്പെട്ടു. അതിവേഗ ലാഭത്തിനായി ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടു. ആത്യന്തികമായി സമ്പദ്വ്യവസ്ഥകൾക്കും സമൂഹങ്ങൾക്കും വലിയ ദോഷം വരുത്തി. 2008-ലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ലേമാൻ ബ്രദേഴ്സ് പോലുള്ള ബാങ്കുകൾ വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വായ്പ നൽകിയത്. അങ്ങനെ അപകടസാധ്യതയുള്ള സാഹചര്യങ്ങളിൽ തങ്ങളെത്തന്നെ ആക്കിത്തീർത്തപ്പോൾ ഉജ്ജ്വലമായ ഒരു ഉദാഹരണമുണ്ട്. ഇത് യൂറോപ്യൻ ഭവന വിപണികളുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇത് ആഗോള ബാങ്കിംഗ് പ്രതിസന്ധിയിലേക്കും അഗാധമായ സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു. നൂറുകണക്കിന് ബില്യൺ ഡോളർ അപ്രത്യക്ഷമാകുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടവും ആസ്തി മൂല്യത്തകർച്ചയും നേരിടുകയും ചെയ്തപ്പോൾ മിക്ക പ്രമുഖ ബാങ്കുകളും ഗണ്യമായ പിഴ ചുമത്തി. തൽഫലമായി ബാങ്കർമാർ തങ്ങളെ ഏറ്റവും വിശ്വസനീയരായ പ്രൊഫഷണലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. മോശം ആസ്തികൾ സമ്പാദിക്കുന്നതിനും പാപ്പരത്വം തടയുന്നതിനുമായി ഗവൺമെന്റുകൾ വൻതോതിലുള്ള ബെയിലൌട്ട് പാക്കേജുകളുമായി ഇടപെട്ടു. അതിന്റെ ഫലമായി ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം പുതിയ നിയന്ത്രണങ്ങൾ ഉണ്ടായി. ഇന്നത്തെ ഭൂപ്രകൃതിയിൽ ഇതര ധനസഹായ മാതൃകകൾ ട്രാക്ഷൻ നേടുന്നു. സെയിൽസ് കമ്മീഷനുകളില്ലാതെ വാർഷിക ഫീസ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വളർന്നുവരുന്ന നിക്ഷേപ ബാങ്കുകൾ അവരുടെ ക്ലയന്റുകളുടെ മികച്ച താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. കൊള്ളയടിക്കുന്ന പണമിടപാടുകാരെ ചെറുക്കുന്നതിന് 19 നൂറ്റാണ്ടിൽ സഹകരണ സംഘങ്ങളായി ജനിച്ച ക്രെഡിറ്റ് യൂണിയനുകൾ ബാങ്കുകൾക്ക് സമാനമായ സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ ലാഭം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ പങ്കിട്ട മൂല്യത്തിന് ഊന്നൽ നൽകുന്നു. ജനാധിപത്യപരമായി ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രാദേശിക കമ്മ്യൂണിറ്റികളിൽ നിക്ഷേപിക്കുമ്പോൾ തന്നെ ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കുക, കാർഷിക പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുക അല്ലെങ്കിൽ വീടുകൾ നിർമ്മിക്കുക തുടങ്ങിയ ശ്രമങ്ങളിൽ അംഗങ്ങളെ സഹായിക്കുന്നതിൽ ക്രെഡിറ്റ് യൂണിയനുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
പങ്കിട്ട ആനുകൂല്യങ്ങൾക്കുള്ള അവരുടെ ഊന്നൽ അവർ ഏറ്റെടുക്കാൻ തയ്യാറുള്ള അപകടസാധ്യതകളെ രൂപപ്പെടുത്തുന്നു, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ചെറുകിട നിക്ഷേപകരുടെ കൺസോർഷ്യങ്ങളിൽ നിന്നുള്ള വായ്പകൾ സുഗമമാക്കുകയും ഇടനിലക്കാരായി ബാങ്കുകളെ ഫലപ്രദമായി മറികടക്കുകയും ചെയ്യുന്ന ക്രൗഡ് ഫണ്ടിംഗും സമീപ വർഷങ്ങളിൽ ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ പ്രവണത സാങ്കേതികവിദ്യയുടെ മേഖലയിലേക്ക് വ്യാപിക്കുന്നു, അവിടെ നിരവധി സംഘങ്ങൾ ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചുവടുറപ്പിച്ചിട്ടുണ്ട്. മൈക്രോ ക്രെഡിറ്റ് പ്രാഥമികമായി വികസ്വര രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്ന ചെറിയ വായ്പകൾ സ്വന്തം ബിസിനസ്സുകൾ ആരംഭിച്ച് ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം നേടാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. ഉപസംഹാരമായി, ബാങ്കിംഗ് എല്ലാവരുടെയും ശക്തിയായിരിക്കില്ലെങ്കിലും വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും അവശ്യ ധനസഹായം നൽകുന്നതിൽ അതിന്റെ അടിസ്ഥാന പങ്ക് സമൂഹത്തിന്റെ ക്ഷേമത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആരാണ് ഈ റോൾ ഏറ്റെടുക്കുക, എങ്ങനെ എന്നതുൾപ്പെടെയുള്ള മുന്നോട്ടുള്ള പാത നമ്മുടെ കൈകളിലെ ഒരു തീരുമാനമായി തുടരുന്നു.